കുറുമാത്തൂരിനടുത്ത കുളത്തൂരിൽ റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. വനംവകുപ്പ് സംഘങ്ങളായി തിരിഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. പലയിടത്തായി പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തി. ഇന്നലെ ഒരു പന്നീൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറമ്പിലേക്ക് വന്ന് നോക്കുമ്പോഴേക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരച്ചിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ പോയി നോക്കുമ്പോഴേക്കാണ് ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോഴേക്കാണ് പുലി ഒരു ചെറിയ പന്നിക്കുട്ടിനെ പിടിച്ചിട്ട് ചത്തിട്ടില്ല, അത് പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലൈവായിട്ട് തന്നെ കണ്ടിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കാൽപ്പാടുകൾ നോക്കുന്നത്. അപ്പോൾ കാലടയാളം കുറേയൊക്കെ ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ഫോറസ്റ്റ് അവരെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ജീവി ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും ഉറപ്പുവരുത്തണം. പുലി തന്നെയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതിവിടെ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ പോകണം. അത് പേടിയോടെയും കരുതലോടുകൂടി പോകണം. ആരും അലസമായിട്ട് പോകരുത്. എല്ലാവരും രണ്ട് ടീമായിട്ടാണ് പോകുന്നത്. 2 ടീമിൽ സ്റ്റാഫും വഴി കാണിക്കാൻ നാട്ടുകാരും അതുപോലെ ഷൂട്ടർമാർ 2 ഇതായിരിക്കും. ഷൂട്ടർമാർ വരുന്നത് വെച്ചാൽ പന്നി കൂടുതലുണ്ട് എന്നുള്ള ഒരു പരാതി ഈ ഭാഗത്തിലുണ്ട്. അവർ ആ പന്നീനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും പുലിനെ ഇതാക്കാനല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലേക്ക് എവിടെ വെച്ചാൽ ഇതിനെ നമുക്ക് ഇതാക്കാം. കാരണം വെച്ചാൽ ഒരു SOP ഉണ്ട്. നമ്മൾ NTC ഗൈഡ് ലൈൻസ് പ്രകാരം ചെയ്യേണ്ട കുറേ പ്രൊസീജിയറുണ്ട്. അതിൻ്റെ പാലിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അതിൻ്റെ പഗ്മാർക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ ക്യാമറ വെച്ചു. ക്യാമറയിൽ ഭാഗ്യമായിട്ടോ നിർഭാഗ്യമായിട്ടോ പെട്ടിട്ടില്ല. ഇന്നലെയും കാൽപ്പാട് കണ്ടു. അപ്പോൾ നമുക്കൊന്നൊരു എല്ലാവരും കൂടി ഈ മൊത്തം ഇത് അടഞ്ഞ കാട് പോലെയുള്ള സ്ഥലമുണ്ട് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിലായിട്ട് നമുക്ക് കൈകളോട് മുന്നോട്ട് പോവാം. അമൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, എപ്പോഴാണ് ഈ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്? ജനങ്ങൾ ഭീതിയിലാണോ ഉള്ളത്? കൃഷ്ണ, കുറുമാത്തൂരിനടുത്ത കുളത്തൂരിൽ റബ്ബർ തോട്ടത്തിലാണ് ഈ പുലിയെ കണ്ടതായി നാട്ടുകാരനായ അജയ്കുമാർ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് സംഘങ്ങളും നാട്ടുകാരും സംഘങ്ങളായി തിരിഞ്ഞിപ്പോൾ സ്ഥലത്തെ പരിശോധന നടത്തുന്നത്. ഞാനിപ്പോൾ ഈ പുലിയെ കണ്ടതായി പറഞ്ഞ റബ്ബർ തോട്ടത്തിലാണുള്ളത്. ഇവിടെ പുലിയുടെ കാൽപ്പാടുകളൊക്കെ പതിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ കാടു കയറി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും 3 കിലോമീറ്റർ മാറി ചുഴലിയിൽ 4 മാസം പ്രായമായ പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്നിരുന്നു. ഇവിടെ നാട്ടുകാരൊക്കെ വലിയ ആശങ്കയിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയോടെ ചുഴലി പ്രദേശത്ത് വനം വകുപ്പ് സംഘാംഗങ്ങൾ തിരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അതിനിടെയാണ് കുളത്തൂരിൽ പുലിയെ കണ്ടതായി നാട്ടുകാരൻ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ 20ഓളം പേർ പലയിടങ്ങളിലായി തിരിഞ്ഞ പരിശോധന നടത്തുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് പന്നിശല്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഷാർപ്പ് ഷൂട്ടർമാരും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണൻ ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇപ്പോൾ പലയിടങ്ങളിലായി ഈ പുലിയെ കണ്ടെത്താനായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തുകയാണ്.